ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യലെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും. വേദ ഇതെല്ലാം കണ്ട് ഒരു വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വളരെ വിഷമത്തോടെ ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന വർഷ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി വേദ, നിനക്ക് എന്തോ ഒരു വിഷമം പോലെ, അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല അതുകൊണ്ടൊന്നുമല്ല എന്ന് പറയുന്നത്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടോണ്ട് നീ വിഷമമൊന്നും വിചാരിക്കേണ്ട, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല അച്ഛാ, ഞാൻ അതുകൊണ്ടൊന്നല്ല, എനിക്ക് അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, പറഞ്ഞോളും മോളെ എന്ന് പറയും. അപ്പോൾ അച്ഛനിങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ടോ ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഉപേക്ഷിച്ചിട്ടല്ല അച്ഛാ വന്നിരിക്കുന്നത്. എനിക്ക് എന്നെങ്കിലും ഒരിക്കൽ വിക്രം എന്നെ വിളിക്കും. ഞാൻ വിക്രമിൻ്റെ ഭാര്യയാണ് ഇപ്പോഴും. ഞാൻ വിക്രമിൻ്റെ താലി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ വിക്രം വന്ന് എപ്പോൾ വിളിച്ചാലും ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി പോകുന്നുള്ള വിവരം അച്ഛനോട് പറയുകയാണ്. ഇത് കേട്ടി എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് ദർശൻ അങ്ങോട്ട് ആഘോഷത്തിലേക്ക് വരികയാണ്. ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടിയിട്ട് ദർശൻ വരികയാണ്. ദർശനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, വർഷ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ വേദ വന്നിട്ടുണ്ട്, ഫാമിലി ഉപേക്ഷിച്ചിട്ടാണ്, അവൾ താലികെട്ടിയ ആളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നീ വാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ദർശൻ അങ്ങോട്ട് വരികയാണ്. വേദയെ കണ്ട് സംസാരിക്കുകയാണ്. വേദയോട് പറയുന്നുണ്ട്, വേദ നീ ഇപ്പോൾ എടുത്ത തീരുമാനമാണ് ശരി, അതെന്തായാലും നന്നായി എന്ന് പറയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ആരെയും ഉപേക്ഷിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, എൻ്റെ ഭർത്താവ് എന്നും വിക്രം തന്നെയാണ്, വിക്രം വന്ന് വിളിച്ചാൽ എപ്പോഴായാലും ഇറങ്ങിപ്പോകും എന്നുള്ള വിവരം ദർശനോട് വേദ പറയുന്നുണ്ട്. ദർശനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദയ്ക്കൊരു കോള് വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് വിക്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട് വേദയ്ക്ക്. വിക്രം വേദയോട് ഹലോ, എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ മനസ്സിലാവാത്ത രീതിയിൽ ഒരു പുഞ്ചിരിയോട് കൂടി പറയുന്നുണ്ട്, എവിടെയോ കേട്ട മാതിരി ഒരു ഒരു സൗണ്ട് എന്ന് പറയും. ആണോ, നിനക്ക് ഓസ്കാർ നിന്നെ അഭിനയിക്കാൻ വിട്ടാൽ നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടും എന്ന് പറയാണ് വിക്രം. അപ്പോൾ വേദ ചിരിക്കുന്നുണ്ട്. പിന്നീട് വിക്രം വീട്ടിൽ എല്ലായിടത്തും ഒരു ഫയൽ തിരയുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും തിരഞ്ഞുന്നത് കണ്ടിട്ട് വീട്ടിലുള്ളവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം നീ നോക്കുന്നത്, എന്താണെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും, അത് പട്ടായ വിതരണത്തിൻ്റെ ഫയൽ കാണുന്നില്ല എന്ന് പറയും. അത് കേട്ട് നന്ദിനി പറയും, ഓ ആണോ, അതാണോ കാണാത്തത്, അത് നിൻ്റെ ഭാര്യ വേദ എടുത്തിട്ടുണ്ടാവും എന്ന് പറയാണ്. അവളത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അവളത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറയാണ്. അങ്ങനെയാണ് വിക്രം വേദയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ വേദ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഞാൻ വീട്ടിലേക്ക് വരാം, പക്ഷേ വിക്രം എന്നെ വന്ന് വിളിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം ആ കണ്ടീഷൻ അംഗീകരിച്ച് വേദയെ വന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ വേദ തിരിച്ചു പോവുകയും അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും ആ ഫംഗ്ഷനിൽ വെച്ച് അവർ പരസ്പരം മാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് എല്ലാവരും അതിനെ അംഗീകരിക്കുന്നുണ്ട്. വിവാഹത്തെ എല്ലാവരും അംഗീകരിക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്കും ശ്രീജേച്ചിക്കൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമാവുകയാണ്.